അപ്പോൾ പേരോട് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ അവിടെ നിൽക്കണമായിരുന്നു. അതിനൊന്നും ഇല്ലാത്ത രൂപത്തിൽ 1-1.5 ദിവസം മാത്രം നിന്നിട്ട് വെല്ലുവിളി പ്രതിനിധിനെ അയക്കില്ല, പറ്റൂല എന്ന് പറഞ്ഞിട്ട് അയാൾ ഹസ്രജി വരുന്നതിന് മുമ്പ് അയാൾ അവിടെ നിന്ന് മുങ്ങി. ഇങ്ങനെ കാപട്യം മാത്രം നടത്തി പരിചയമുള്ള ഒരാളാണ് ഈ പേരോട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഇടയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തകർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദർശത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അതും വല്ലാതൊരു സംശയത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. പേരോട് ഉസ്താദ് ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നു വെച്ചാൽ ഒരു മുജാഹിദിനെ കണ്ടാൽ സലാം ചെല്ലരുത്, അവന് രോഗിയാൽ കാണാൻ പോകരുത്, മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കരുത്, ഒക്കെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചിരുന്നു ഒരു ക്ലാസ്സിൽ വെച്ചിട്ട്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളായാലോ എനിക്ക് പോണ്ടി വരികയല്ലേ? അപ്പോൾ എന്നോടൊരു സഖാബി മറുപടി പറഞ്ഞു, വേങ്ങോടെ നിങ്ങൾക്ക് 1000 രൂപേൻ്റെ ചില്ലറിൻ്റെ ആവശ്യം വന്ന് ടൗണിൽ നിന്ന്, അപ്പോൾ ഇത് എവിടെയില്ല, അവിടെ കള്ള് ഷാപ്പുണ്ട്, നിങ്ങൾ അവിടെ കയറിയിട്ട് 1000 രൂപേൻ്റെ ചില്ലറയും വാങ്ങിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ എന്ത് ധരിക്കും? മുജാഹിദിൻ്റെ നിലപാടിൽ ഉസ്താദുമാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ആദർശമാണിത്. ഇതേ പേരോട് ഉസ്താദ് എൻ്റെ നാട്ടിൽ അയാളെ സംബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ച്, പക്ക മുജാഹിദായിരുന്നു. മുജാഹിദിൻ്റെ നേതാവല്ല, മുജാഹിദായിരുന്നു. ഒരു സംശയവും നാട്ടുകാർക്കില്ല അതിനകത്ത്. അവിടെ വന്നിട്ട് അയനക്കാട് പള്ളിയിൽ വന്നിട്ട് ആ മനുഷ്യന് വേണ്ടിയിട്ട് നിസ്കരിച്ചു. ആൺകുട്ടികൾ ചോദ്യം ചെയ്തു. അപ്പോൾ ഇവരെ കാര്യത്തിലൂടെ അടുക്കുമ്പോൾ ഇവർക്ക് ആദർശമല്ല, മറ്റെന്തല്ലോ ആണ് ഇവരെ നയിക്കുന്നതെന്ന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി പോവുക. എന്നിട്ട് അതിന് ക്ലിപ്പിട്ട ഈ പേരോട് ഉസ്താദിൻ്റെ ബന്ധു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ക്ലിപ്പിൽ പറയുന്നതിൽ പേരോട് ഉസ്താദ് പള്ളിയിൽ വന്നു ഞങ്ങളോട് ചോദിച്ചു, ഈ മരിച്ചത് സുന്നി തന്നെയല്ലേ? ഒരു പൊട്ടനല്ലാതെ ഇത് പറയോ? ഉറപ്പുള്ളൊരു മയ്യത്തിനല്ലാതെ പേരോട് ഉസ്താദ് വരുമോ? ആണെന്ന് ചോദിക്കുമ്പോൾ തന്നെ പേരോട് ഉസ്താദിന് സംശയമല്ലേ മനസ്സിൽ, ഇത് മുജാഹിദോ സുന്നിയോ എന്നുള്ള? എന്നിട്ട് ജനങ്ങളെ മുമ്പിൽ ഇതിങ്ങനെ ക്ലിപ്പിട്ട് നടക്കാൻ ഇവരെല്ലാം എന്താ ആയിപ്പോയതാണെന്ന് എനിക്ക് തിരിയാത്തത്. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൊട്ടയാണ് ഇളക്കും. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് വെച്ചോ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ ആ നിലവാരത്തിൽ നിങ്ങൾ എത്തണം. അതായത് ഒരു നാട്ടിൽ ഛിദ്രതയും ഭിന്നിപ്പും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ഇനി പണ്ഡിതന്മാരടക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതെല്ലാം ഒക്കെ പരിഹരിച്ചിട്ട് നമ്മളൊരു യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യം പറയുന്നവരെ കൂട്ടത്തിലാണ് നിൽക്കാവുന്നു. ഇന്ന് ഞാൻ ഈ നിമിഷം ഇവിടെ വെച്ച് ഞാൻ സത്യം പറയുന്നവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. എന്നെപ്പോലെ ചിന്തിക്കുന്ന സാധുക്കൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എനിക്കിതുവരെ നാളെ പിന്നെ ഈ ഒരു സംഘടനയിലേക്ക് കയറി എൻ്റെ ആളാകാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ വിളിച്ചാട്ട് പോവുകയില്ല. പക്ഷേ റസൂലുള്ള എൻ്റെ ഹൃദയമാണ്. റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ഇതുവരെ കേൾക്കാത്ത വിഷയങ്ങളും കൊണ്ട്, റസൂലുള്ളാഹിനെ പറ്റി ഇതുവരെ ഇമാമിങ്ങൾ പറയാത്ത വിഷയം കൊണ്ട് ഏത് മൂലോട് വന്നാലും അംഗീകരിക്കുന്നൊരു വിഷയവും നമ്മളടുത്ത് ഉണ്ടാവില്ല. ഇമാമിങ്ങൾ പറഞ്ഞ വഴിക്ക് നിങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ പണ്ഡിതനാക്കും, അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. നമ്മളെ നിലപാടിതാണ്, അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുക എന്നൊരു തീരുമാനമെടുത്തു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ശംസുൽ ഉലമയുടെ പഴയകാലത്തെ ആ തീരുമാനം വളരെ കൃത്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ലേ? തീർച്ചയായും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ഒരു ചോദ്യമായി ചോദിച്ച്. കാരണം അന്ധമായ സംഘടന ആധിക്യം കൊണ്ട് ഈ കടലുകൾ, വലിയ വലിയ കടലുകൾ, സമുദ്രങ്ങളെക്കാൾ പാരാവാറുള്ള ശംസുൽ ഉലമനെയൊക്കെ പക്ഷെ കുറ്റം പറഞ്ഞിട്ടില്ല. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണെന്ന്
മനസ്സിലാക്കേണ്ടി വന്ന് മറുഭാഗത്തിൻ്റെ പ്രചരണം കൊണ്ടായിരുന്നു. ഇപ്പം അള്ളാഹു ഒരു സത്യത്തിൽ എത്തിച്ചു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇന്ന് സത്യം പറയുന്ന കൂട്ടത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ ഈ സമുദായത്തിൽ നയിക്കേണ്ടവരാ. ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഏറെക്കുറെ മുസ്ലിം സമുദായത്തിനെ പറ്റിയ തകരാറെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. കാരണം അവർ നിഷ്കളങ്കരാണ്, അവരുടെ ഹൃദയത്തിൽ കളങ്കയില്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമുക്കൊക്കെ അവകാശപ്പെടാൻ എന്താ ഉള്ളത്? ഒരു 4-5 തലമുറ അപ്പോഴത്തേക്ക് നമ്മളെ കാസ്റ്റ് തന്നെ മാറുന്നുണ്ട്. തങ്ങന്മാരെ കാസ്റ്റ് മാറുന്നുണ്ടോ? റസൂൽ എത്തുന്നല്ലേ ഒരു ആ നേതൃത്വം തന്നെയല്ലേ നമ്മൾ പിടിക്കേണ്ടേ? അന്നേരം ചോദിക്കും ഇപ്പുറത്തും തങ്ങന്മാരില്ലേ എന്ന്. ഉണ്ട്, നമ്മൾ അവരാരെയും കുറ്റം പറയാൻ തയ്യാറല്ല, പറയുകയില്ല. അപ്പോൾ ശംസുലുലമ, കണ്ണിയത്ത് ഉസ്താദ്, KT മാൻ ഉസ്താദ് തുടങ്ങിയ മഹാന്മാർ, വിപ്ലവകരമായ ആശയം പറഞ്ഞു തന്ന നാട്ടി ഉസ്താദ്, ഇവരൊക്കെ നമ്മെക്കാൾ മുമ്പ്, എന്നെക്കാൾ, നിങ്ങളെക്കാൾ, ഹാജിയേക്കാൾ, അൻസാർ മാഷേക്കാൾ, ജിഷാനേക്കാൾ മുമ്പ് നമ്മളോടടക്കം വിളിച്ചു പറഞ്ഞ സത്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ തിരിച്ചെത്തിയത്.